ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഐ എം സന. കുറേ നാളായിട്ടുള്ള മനസ്സിലുള്ള ഒരു ഡ്രീമാണ് ഒരു യൂട്യൂബ് ചാനൽ. കുഞ്ഞു കുഞ്ഞു ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തെങ്കിലും ഇതുവരെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സ്കൂളൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അവധിയാണ്. ഞാനൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് ദുബായിൽ. അപ്പോൾ ഇപ്പോൾ അവധി ആയതുകൊണ്ട് തന്നെ നമ്മൾ എണീക്കുന്നതൊക്കെ വളരെ വൈകിയാണ്. ഇനി കുറച്ച് ദിവസം കൂടി അങ്ങനെയൊക്കെ ഉറങ്ങാൻ സാധിക്കുള്ളൂ. നമ്മൾ വർക്കിന് കയറിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഈ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ലീപ്പ് തന്നെയാണ്. 2025 ഉണ്ടാവാറായല്ലോ. ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ പേളി മണിയുടെ ഒരു വിഷൻ ബോർഡിനെ കുറിച്ചുള്ളൊരു വീഡിയോയും കണ്ടുകൊണ്ടാണ് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. ക്ലീനിങ് അല്ല നമുക്ക് ഏറ്റവും വലിയ പണി ഇവിടുത്തെ നമ്മുടെ ആൾ നിരത്തുന്ന സാധനങ്ങൾ തിരിച്ച് അതാത് സ്ഥലത്ത് വെക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ഞാൻ മാക്സിമം അവളെക്കൊണ്ട് തന്നെ ടോയ്സ് ആയാലും എന്തായാലും അവളെടുക്കുന്ന സാധനങ്ങൾ അവളെക്കൊണ്ട് തന്നെ തിരിച്ച് അതാത് സ്ഥലത്ത് വെപ്പിക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. കാരണം എന്നാലാണ് അവർക്കതൊരു റൊട്ടീനായിട്ട് മാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്നും നമ്മൾ തന്നെ പുറകെ നടന്ന് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ അതിലും നല്ലത് അവർക്ക് തന്നെ ആ ഒരു ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ ദിവസമായി വിഷൻ ബോർഡ് ഒന്ന് സെറ്റപ്പ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് പ്ലാൻ ആക്കണം എന്നൊക്കെ വിചാരിക്കണമെങ്കിലും ഇതുവരെ പറ്റണില്ല. എന്തെങ്കിലും പണിയെല്ലാം ഒന്ന് നേരത്തെ ഒതുക്കി അതിനായിട്ടൊന്ന് ഇരുന്ന് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് അതിനായിട്ടൊന്ന് ഇരിക്കണം എന്ന് കരുതുന്നു. എൻ്റെ മോളുടെ പണിയാണ് ഈ കാണുന്നതെല്ലാം. ഞാൻ എന്തൊക്കെ ഒതുക്കി വെച്ചാലും ഓരോന്നോരോന്നെടുത്ത് അവളുടെ ഓരോ സോഫ്റ്റ് ടോയിനെ ഒരുക്കലാണ് ആളുടെ മെയിൻ പണി. ഇതാ കണ്ട, ഞാനിപ്പോൾ എടുത്ത് വെച്ച സാധനങ്ങളെ വീണ്ടും വന്ന് അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇവിടുത്തെ മെയിൻ പണി എന്ന് പറയുന്നത്. അവൾ കൂടുതൽ സമയവും അവളുടെ ടോയ്സും കാര്യങ്ങളുമായിട്ട് ആൾ എൻഗേജ്ഡ് ആയിരിക്കും. അതല്ലെങ്കിൽ കളറിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആൾ നടന്നോളും. പിന്നെ അത് മടുത്ത് കഴിയുമ്പോഴാണ് എൻ്റെ അടുത്ത് പുറകെ വന്ന് നടക്കുന്നത് കൂടുതലും. അങ്ങനെ കുളിയും ഫുഡിങ്ങും എല്ലാം കഴിഞ്ഞു. ഫുഡൊക്കെ നമ്മൾ തലേന്ന് ഉണ്ടാക്കിയതെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. അത് കാരണം ഇന്ന് പണിയെല്ലാം കുറവാണ്. അങ്ങനെ നിസ്കാരം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തില്ല എന്നോർത്തത്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം സ്കിൻ കെയർ ചെയ്തില്ലെങ്കിൽ നല്ല പണി കിട്ടും. അങ്ങനെ പണിയെല്ലാം ഒതുങ്ങി വിഷൻ ബോർഡിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കാമെന്ന് കരുതിയപ്പോഴേക്കും ഹസ്ബൻഡ് എത്തി. അപ്പോഴാണ് ആൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരു മൂവിക്ക് പോകുക എന്നുള്ള കാര്യം പറഞ്ഞത്. നിവിൻ പോളിയുടെ സർവ്വമായ എന്നുള്ള മൂവി ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഞാനങ്ങനെ മൂവിക്കൊന്നും പോകാൻ അത്ര ഇഷ്ടമുള്ള ആളൊന്നും അല്ല. അങ്ങനെ ഒരുപാട് തിയേറ്ററിലൊന്നും പോയി കാണുന്ന ആളുമല്ല. ബട്ട് ചില മൂവികൾ എന്തെങ്കിലും അതിൻ്റെ ട്രെയിലറോ എന്തെങ്കിലും വീഡിയോസ് കാണുമ്പോൾ അത് തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ തോന്നിയൊരു മൂവിയായിരുന്നു സർവ്വമായ. മൂവീനെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, വളരെ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്ക് കണ്ടു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നിവിൻ പോളിനെ നമുക്കതിൽ കാണാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ഈ സ്നോമാനും ഇവരും ഇസുനെ മാടി വിളിച്ച് അവരുടെ കൂടെ ഫോട്ടോ എടുത്തപ്പോഴേക്കും ആൾ ഹാപ്പിയായി. മൂവിക്ക് പോകാൻ ഞങ്ങളെക്കാളും എക്സൈറ്റഡ് ഇസു ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ കണ്ടത് ലോകയാണ് തിയേറ്ററിൽ വന്ന് കണ്ടത്. അത് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ കുറേ ദിവസത്തേക്ക് ചന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ആൾക്ക് നേരം ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് മൂവി ഹാഫ് ആയപ്പോഴേക്കും ആളുടെ എക്സൈറ്റ്മെൻറ്റും ആളുടെ ത്രില്ലും എല്ലാം പോയി. കാരണം വേറൊന്നുമല്ല, അവൾ തിയേറ്ററിൽ വന്ന് കണ്ടിരിക്കുന്ന മൂവീസ് എന്ന് പറയുന്നത് ലോകയും എമ്പുരാനും അങ്ങനെയുള്ള മൂവീസാണ്. അപ്പോൾ ആൾക്ക് ആ ഒരു ഫൈറ്റിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എലമെൻസൊക്കെയാണ് ആൾക്ക് വേണ്ടത്. അതൊന്നും ആൾക്ക് കിട്ടിയില്ല. അതിൻ്റെ ഒരു മുഷിപ്പ് ആൾക്ക് കണ്ട് പകുതിയായപ്പോഴേക്കും ആൾ കാട്ടി തുടങ്ങിയിരുന്നു. പിന്നെ നമ്മൾ മൂവി കഴിഞ്ഞിറങ്ങി ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ അവിടെയൊക്കെ കൊണ്ടുപോയി ആൾ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൽ കൂടെയൊക്കെ നടന്നപ്പോഴേക്കും ആൾ ഹാപ്പിയായി. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഡേയുടെ അന്നാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇന്ന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞാൻ ദുബായിൽ വന്നിട്ട് 1 ഇയർ ആവുകയാണ്. 1 ഇയർ ഓഫ് പ്രവാസം. മൂവിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ അതാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കൊല്ലം ഈ ടൈമിലൊക്കെ ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ലൈഫ് ചേഞ്ചിങ് ഒരു ഇയർ എന്ന് തന്നെ ഈ ഇയറിന് പറയാം. കാരണം ഇങ്ങനെ ദുബായിൽ വരുന്നു, ഇങ്ങനെ സ്കൂളിൽ ടീച്ചറായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നും തന്നെ ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ട കാര്യങ്ങളല്ല. ജസ്റ്റ് ഇവിടെ ഒന്ന് വരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ബട്ട് അൽഹംദുലില്ലാ ഇതിനെല്ലാം സാധിച്ചു. അപ്പോൾ ഈ വർഷം അവസാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം, നമ്മൾ ഓരോരോ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ ഓരോ വർഷവും കടന്നു പോകുന്നത്. ഈ വർഷം ഞാൻ ഒരുപാട് പലതരത്തിലുള്ള ആളുകളെ കാണുകയും പല കാര്യങ്ങളാണ് ഈ ഒരു വർഷം കഴിയുമ്പോഴേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. പല കാര്യങ്ങൾ പഠിച്ച പോലെയാണ് ഫീൽ ചെയ്യുന്നത്.
മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യരുത്. നമ്മുടെ കാര്യം നമ്മൾ പെർഫെക്റ്റായിട്ട് ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ട് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ മോൾഡ് ചെയ്ത് നമ്മുടെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ളൊരു ബെറ്റർ വേർഷനിലോട്ട് നമ്മളെത്താൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും മറ്റ് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.